സ്നൈപ്പ് വരൂ. ഇതൊക്കെ ജഡ്ജേ പറ്റൂ. അവിടെ സ്നൈപ്പർ എന്തായാലും വരൂ. കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടിക്കൂ. അടുത്ത ബൂസ്റ്റിന്റെ ഇടണേ. ഇത് അടിച്ച സ്ഥിതിക്ക് എന്താ ജയിക്കണം. അടുത്ത ബൂസ്റ്റിന്റെ ഇടണേ. ആ ചങ്ങായി അടിച്ചാൽ അവന്റെ മൂക്കിന് ഒറ്റ കുത്തം കൊടുക്കും. അവന്റെ പേര് മീനൂരാവുന്ന അവന്റെ അടി കണ്ടാക്ക് തിരിയും. ആരാണ് ഈ കളി അങ്ങ് ജയിച്ചേ പറ്റൂ. സ്വാഭാവികമുണ്ട്. അപ്പറാ ഒരു കഥ. ആരെങ്കിലും ബൂസ്റ്റിലായിട്ട് ഒരു കഥ. നമ്മളെ ബൂസ്റ്റിൽ ആരാടാ കൊണ്ടുപോയിക്കല്ലേ. ആ നുപ്പൂസിൽ എടുത്തിട്ടില്ലേനു. ആടെ സ്നൈപ്പ് വരുവേ. സത്യം സ്നൈപ്പ് വരും. സ്നൈപ്പാടെ വരും. ഇവിടെ എത്തിയ കളി തോക്കാൻ നമ്മള്. ഇവിടെ എത്തിയ കളി എന്റെ മോക്ക് തരാൻ. ഓക്കെ, ശരിക്ക് പാവാടെല്ലാം മുക്കിട്ട് മുക്കിക്കോ. ഉപ്പൂക്ക നല്ലോണം മുക്കിക്കണം. ഓക്കെ, പുറത്തായി പോകാണ്ട് തെറിക്കാണ്ടെല്ലാം മുക്കലായിരിക്കണം. തെറിക്കാൻ പാടില്ല. കറക്റ്റ് മുക്കുമ്പോ കറക്റ്റ് സ്ഥലത്ത് തന്നെ പോയി വീണം. ഓക്കെ, പുറത്തേക്ക് ആകാൻ പാടില്ല. ഓക്കെ, വാ. ഒന്നാമത്തെ പണിഷ്മെന്റ്, അധികം മൂല പോയിട്ട് ഇരിക്കട്ടെ. നമ്മൾ കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് മുക്കിയില്ല. കറക്റ്റായി രണ്ട് കാലം വെച്ചിട്ട് നല്ലോണം മുക്കുക. നല്ലോണം അങ്ങോട്ട് വിടുക. എന്നിട്ട് എണീക്കുക. നല്ല സുഖം എന്ന് പറയാ. ഒരു 30 പക്ഷം. ഓക്കെ, ഒന്നാമത്തെ പണിഷ്മെന്റ്. രണ്ടാമത്തെ പണിഷ്മെന്റ് ഓക്കെ, ഞാൻ സിമ്പിൾ പണിഷ്മെന്റ്. ഓക്കെ, മുക്കണം പോലും അന്നെ കുറെ. പക്ഷേ എന്തെല്ലാം പണിഷ്മെന്റ് ഉണ്ട്. മൂക്കെല്ലാം പൊക്കി പിടിച്ചോ. ആ മുക്കൽ ചിലപ്പോ മൂക്ക് പിടിക്കുന്ന നല്ലതാ. ഓക്കെ, ഡാൻസ്. രണ്ടാമത്തെ പണിഷ്മെന്റ് ഡാൻസ് വെച്ചാല് ഏതാ പാട്ടെന്നറിയാ? അത് നല്ല പാട്ടേക്ക് തരാം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ പാട്ട്. വെണ്ണിലവേ വെണ്ണില എന്നുള്ള പാട്ടില്ലേ? 4131. എക്സ്ക്യൂസ് മീ. ലാസ്റ്റ് 2K പറഞ്ഞു. ലാസ്റ്റ് കളിയിൽ ചോദിച്ചോക്ക്. ലാസ്റ്റ് 2K പറഞ്ഞു. 2K പറഞ്ഞു. രണ്ടാമത്തെ കളി 2K നീ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കളിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. താനാ പറഞ്ഞത് 5K ആണ് പണിഷ്മെന്റ് എന്ന്. അതന്നെ, ഫസ്റ്റ് കളി 5K ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കളി പറഞ്ഞു 2K നീ പറഞ്ഞു. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അടുത്ത കളി 10K പറയും. അത് അക്സെപ്റ്റ് ആക്കും. അതിന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നീ പറഞ്ഞു. നീ ആദ്യം പറഞ്ഞു. നമ്പർ ആക്കല്ല പണിഷ്മെന്റ്. കാര്യം പറയാം. ഇനിയുള്ള എല്ലാ ഗെയിമിനും 2K ആക്കണം. ഇനി തന്റെ ഇപ്പത്തെ കാര്യം പറ. അത് അന്ന് തീരുമാനിക്കാം. അന്ന് 2K അന്ന് തീരുമാനിക്കില്ല. ഇപ്പത്തെ കാര്യം പറ. ഓക്കെ, അത് അന്ന് തീരുമാനിക്കില്ല. ഇപ്പത്തെ പണിഷ്മെന്റ് ഒന്നാമത് മുക്കിയിട്ട് എണീക്കുക 30 പ്രാവശ്യം. എന്നിട്ട് പറയാം നല്ല സുഖമുണ്ട്. ശരിക്കും പറഞ്ഞു കേട്ടോ, നല്ല സുഖമുണ്ട്. ആ ഒരു 30 പ്രാവശ്യം ഒന്ന് ശരിക്കും മൂക്ക് പൊക്കി പിടിച്ച് പറയണം. ഒന്നാമത്തത്. രണ്ടാമത്തെ പണിഷ്മെന്റ് ഒരു പാട്ട്. വെണ്ണിലവേ സോങ് വെക്കുക. എന്നിട്ട് ഡാൻസ് കളിക്കാം. ഓക്കെ, ആ പാട്ടിന്റെ അർത്ഥം പോലും എനിക്കറിയില്ല. 4 വരിക്ക് അർത്ഥം അറിയില്ല. ബാക്കി ഞാൻ എങ്ങനെ കളിക്കും? അത് മതി. അറിയുന്ന പോലെ കളിച്ചാൽ മതി. സോങ് മ്യൂസിക് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. നല്ല സോങ്ങാ. ഓക്കെ, മൂന്നാമത്തെ പണിഷ്മെന്റ്. ഒരു കാല് കെട്ടിയിടുക. എന്നിട്ട് കഴുത്തിന് വെക്കുക. എന്നിട്ട് 2 മിനിറ്റ് നിന്നോ എടുക്ക്. ഇതാണോ തന്റെ സിമ്പിൾ പണിഷ്മെന്റ്? വേണ്ട. മലയാളം പാട്ട് എടുത്തു. നിങ്ങൾ ഇഷ്ടപ്പെട്ട മലയാളം പാട്ട് എടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ട മലയാളം പാട്ട് എടുത്തു. ഡാൻസ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഡാൻസ് എടുത്തു. കാലെങ്ങനെ കേട്ടോ? ഓക്കെ, സന്തോഷേട്ടൻ പറഞ്ഞ മാറ്റങ്ങളില്ല. എടുത്തോ ഇഷ്ടപ്പെട്ട ഡാൻസ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഡാൻസ് എടുത്തോ. ഞാൻ സപ്പോർട്ട് ചെയ്യാം. നോ പ്രോബ്ലം. കളി. ഞാൻ സപ്പോർട്ട് ചെയ്യാം. കളിക്കണമെങ്കിൽ ഡ്രസ് മാറണ്ടേ? ഡ്രസ് ഉണ്ടാ? ഡ്രസ് ഇട്ടിട്ട് കളിക്കുന്നത്. ഉച്ച പിടിച്ചാൽ പൊട്ടിക്കും കേട്ടല്ല. തന്റെ പഴയ സ്വഭാവം എടുത്തിട്ട് വന്നിട്ട് തുടങ്ങി. എന്തിനാ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെറുതെ ഇടങ്ങാറാക്കുന്നത്? ഡ്രസ്സൊന്നും വേണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. എന്റെ കൈ കണ്ട കിട്ടണ നിമിഷം തന്നെ ഇട്ട് ഞാൻ ഉരുട്ടും. ഞാൻ ടുഡേ ടുമോറോ ഒക്കെ ഞാൻ പണിഷ്മെന്റ് ഒക്കെ സിമ്പിൾ പണിഷ്മെന്റാ. ഞാനൊരു എന്താ പറയാ വെച്ചാല് ഞാൻ എന്താ പറയാ സമാധാനത്തിന്റെ പതികളിലോട്ട് നടന്നു പോവാണ്. അതിനോട് സന്തോഷമായിട്ട് നടന്നറിയാം. നമ്മൾ എപ്പോഴും സമാധാനം സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് 4000 കോയിന് ജയിച്ചല്ല. അടക്കം മതി. ഡയലോഗിന് 4000 കോയിൻ അതിന്റെ ഒപ്പം ഡയലോഗിന് അത്ര സ്കോറാ വന്നേ. 150 സ്കോറ്. സന്തോഷമായിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് 40,000 സ്കോർ വന്നില്ലെങ്കിലും ഞാൻ ഈ കളി പിടിക്കുന്നു. ഓക്കെ, ഈ കളി ഞാൻ പിടിക്കൂ. പവറുള്ള പിള്ളേർ. അത് പവറുള്ള പിള്ളേര് അഹങ്കാരത്തോടെ കൂടി തന്നെ പറയുന്നത് പവറുള്ള ചക്കൻ തന്നെയാണ്. നീ പറയും അതിൽ 5 ലൈൻ അടിക്കുന്നു. ഒരു കഥ അവന്റെ മൂക്കിൽ ഒറ്റ കുത്തുകയും ചെയ്യും. എടോ കാല് കെട്ടുന്നത് ഷോൾ ഇട്ട് കെട്ടിയാ മതിയാ? വേണ്ട, നീ പാട്ട് കേട്ടണ്ട. നീ ഡാൻസ് കളിച്ചോടാ. ഡാൻസ് കളിക്കണമെങ്കിൽ ഞാൻ ഡ്രസ്സൊക്കെ മാറി വരണോടോ. ഓക്കെ, എന്നാ കാല് കെട്ടിട്ട് തല കെട്ടി നിൽക്കി ഇങ്ങനെ ആക്കിയിട്ട്
എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കൊടുക്കാം. അതിനിപ്പോ ഡാൻസ് ലാസ്റ്റ് കൊടുക്കും. പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഡാൻസ് കൊടുക്കാം. അപ്പോൾ അത് പണിഷ്മെന്റ് എടുക്കട്ടെ. സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തായാലും കളിച്ചിരും. പിന്നെ ഞാൻ എന്താ കളിക്കാനിരിക്കണം? പണിഷ്മെന്റ് എടുക്കാനാ ഭർത്താനാക്കാണ്ട് ഡയലോഗ് എടുക്കാൻ പണിഷ്മെന്റ് എടുക്കും. ഓക്കെ മിക്സിലുണ്ട് എന്തിന് പുങ്ങി തന്നാണ് മിക്സിന് ഒരു കഥ. ഇത് എങ്ങനെയാണ് കിട്ടണത്? ഞാനേ ചാത്തിലൊക്കെ എങ്ങനെയാണോ കിട്ടണത് ഇത്? പിന്നെ ഡാൻസ് കാണാൻ ഇരിക്കല്ലാരും ഇപ്പൊ തന്നെ ഞാൻ കളിച്ചു തരാം. എങ്ങനെ കിട്ടണ? ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞോട് നീ അത് കാര്യം പറ്റാ. നിന്റെ ഉപ്പൂക്കാന്റെ ഫുൾ എന്താ അതിന്റെ കാലെടുത്തു കാലാണിക്ക് എങ്ങനെ കിട്ടണെന്ന് പറ. കോഴിക്കാല് പോലത്തെ കാല് ശരിക്കും അങ്ങോട്ട് കെട്ട്. സാധാ കട്ടിലാണ്. പിന്നെ ഏത് കട്ടില കട്ടില്? വേറെ ഇടല്ലേ പ്ലീസ്. പിന്നെ ഈ ഡ്രസ്സിൽ ഡാൻസ് ഇപ്പൊ തന്നെ കളിക്കാം. നോക്കി മേൽപോട്ട് നോക്കിയിരുന്നു ഡാൻസ് അല്ലേ.